ദിവസമായിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് കടലിൽ മീൻപിടുത്തത്തിന് പോയി മടങ്ങിയെത്തിയ മത്സ്യത്തൊഴിലാളികളിൽ, കടലിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളിൽ 2 പേരെ കാണാനില്ല. വിഴിഞ്ഞത്തും ഈ പറഞ്ഞതുപോലെ മുതലപ്പുഴയിലും ഓർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മാത്രമല്ല കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ നേവി സ്കൂബ സംഘം അടക്കം എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ഈ തിരച്ചിൽ നടത്താനുള്ള നീക്കങ്ങളിലേക്ക് നടക്കുകയാണ്. രജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. രജിത്ത്, ഇന്നിപ്പോൾ 10ാം ദിവസമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇവരെ കണ്ടെത്താനുള്ള സാധ്യത, അന്വേഷണത്തിൻ്റെ എത്രത്തോളം ഈ പരിധി, കടലിലാണ് ഈ തിരച്ചിൽ നടത്തേണ്ടത്, എങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകുമെന്നൊന്നും ഒരു അറിയിപ്പും ഒരു വിവരവും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അത് ഓരോ ദിവസം കഴിയുന്നതും അത് കുറച്ചുകൂടി സങ്കീർണമായി മാറുകയാണ് ഈ തിരച്ചിൽ. പ്രത്യേകിച്ച് കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ സ്കൂബ ടീമൊക്കെ മുതലപ്പുഴയിലെത്താൻ വൈകിയത് വലിയ രീതിയിൽ നാട്ടുകാരുടെ അടക്കം ഒരു പ്രതിഷേധത്തിനും അതൃപ്തിക്കുമൊക്കെ വഴിവെച്ചിരുന്നു. സ്വപ്ന, 3 പേരെയാണ് കഴിഞ്ഞ 10 ദിവസത്തിന് മുമ്പേ കടലിൽ കാണാതാവുന്നത്. ഇവർക്കായുള്ള തെരച്ചിൽ വളരെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ 3 പേരുടെയും കുടുംബാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യക്ഷമമായ ഒരു പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അവർ ശക്തമായ പ്രതിഷേധം പല സ്ഥലങ്ങളിലായി തീർക്കുകയും ചെയ്തു. ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടി കൊല്ലത്ത് ഗൗതം കൃഷ്ണയുടെ അമ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം നമ്മുടെ നീണ്ടകരയാണെങ്കിൽ നീണ്ടകരയിലും, ഒപ്പം ഇപ്പോൾ മുതലപ്പുഴയിലും ശക്തമായ പ്രതിഷേധം കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഷിജിൻ്റെ ഭാര്യ സ്റ്റിജി നടത്തി. ഒപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഏറെ വൈകിയും വിഴിഞ്ഞത്തും പ്രതിഷേധം ശക്തമായി തന്നെ നടന്നു. CPMൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലും പരിശോധനകൾ കർശനമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് ഈ സർക്കാർ നേതൃത്വം, അല്ലെ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ പറയുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെയും കോസ്റ്റൽ ഗാർഡിൻ്റെയും അതുപോലെ തന്നെ നേവിയുടെയും സ്കൂബ സംഘത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ 3 സ്ഥലങ്ങളിലും, നീണ്ടകരയിലും അതുപോലെ തന്നെ മുതലപ്പുഴയിലും ഒപ്പം തന്നെയാണ് ഈ വിഴിഞ്ഞത്തും ഈ പരിശോധനകൾ നടക്കുന്നത്. എന്നാൽ കടലിലെ ഒഴുക്കും അതുപോലെ തന്നെ വലിയ തിരമാലകളും ഒക്കെ ഇതിന് ഏറെ തടസ്സം ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഈ തെരച്ചിൽ നടത്തുന്ന സംഘം തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെരച്ചിൽ ഇന്നും തുടരും എന്നവർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഈ 10ാമത്തെ ദിവസമാണ് ഇന്ന് തിരച്ചിൽ തുടരുന്നത്. അത് എത്രത്തോളം സാധ്യമാണ് എന്ന കാര്യം കൂടി അവർ ഇക്കാര്യത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി, പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കടലിനുള്ളിലേക്കുള്ള പരിശോധനകൾ ഇവർ നടത്തുന്നത്. അത്തരത്തിലുള്ള പരിശോധനകൾ തുടരുന്നതിനിടയിലും ഇവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെ ആയാലും കണ്ടെത്താൻ കഴിയും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും പരിശോധനകൾ തുടരുന്നത്. സർക്കാർ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നേരത്തെ നമുക്കറിയാം മന്ത്രി CP ജോൺ അടക്കം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെത്തി, നേരത്തെ മുതലപ്പുഴയിലെത്തി സ്റ്റിജിയുമായി ചർച്ചകൾ നടത്തി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന വാഗ്ദാനമൊക്കെ നൽകുകയും ചെയ്തു. അന്നേരം സ്റ്റിജി വ്യക്തമാക്കിയത് തങ്ങൾക്ക് വാഗ്ദാനങ്ങളല്ല, തങ്ങൾക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാണാതായിട്ടുള്ള ആളുകളെ തിരികെ എത്തിക്കാനുള്ള നടപടി, അല്ലെങ്കിൽ അവരെ കണ്ടെത്താനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടതെന്ന് ശക്തമായി തന്നെ അവർ വാദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരിശോധനകൾ മുതലപ്പുഴയിൽ വളരെ ശക്തമായി തന്നെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സ്കൂബ സംഘം ഉൾപ്പെടെ എത്താൻ വൈകിയെങ്കിലും സ്കൂബ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വൈകുന്നേരം വരെ പരിശോധന നടത്തി. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുള്ള ആ വേദന അത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ്. പക്ഷേ ഒരു നിശ്ചിത പ്രദേശത്ത് അല്ലെങ്കിൽ നിശ്ചിത സ്ഥലത്ത് ഒരു ഏരിയയിലല്ല ഈ തിരച്ചിലെല്ലാം നടത്തുന്നത്. കടലിലാണ്. 10 ദിവസമായിരിക്കുന്നു. എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, ഏത് മേഖലയിൽ തിരച്ചിൽ നടത്തണമെന്ന് പോലും ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയാത്ത പ്രതികൂല സാഹചര്യമാണ്